എല്ലാത്തിനും ഉപരി ഒരു ഫ്യൂച്ചർ അസിസ്റ്റൻസ് ഇതാണ് ആരും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആരും പറയാത്ത ഒരു സ്പെഷ്യൽ. പല സെക്ടറിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെ എന്നുള്ള ഞാൻ ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥാപനത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അല്ല പ്രധാനം, എനിക്ക് അവിടെ കിട്ടുന്ന അറിവാണ് പ്രധാനം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനോട് ചോദിച്ചാലാണ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ 3 പേരോട് ചോദിച്ചോളൂ. 3 പേരോട് ചോദിച്ചപ്പോഴും അവർ ഒരു അഭിപ്രായം പറഞ്ഞു, അവർക്ക് ഓക്കെ ആണെന്നുള്ളത്. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മനപ്പാഠം പഠിക്കാൻ പറയുന്നില്ല. ഒരാൾക്ക് ഒരു കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവസാനം 100 തവണ പഠിക്കണ്ട, 1 തവണ പഠിക്കാൻ മതി. അതായത് ഇവിടുത്തെ കോർ ആയിട്ടുള്ള ഉദ്ദേശിക്കുന്ന 3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മോക്ക് ഇന്റർവ്യൂ, പ്ലേസ്മെന്റ്, ഫ്യൂച്ചർ അസിസ്റ്റൻസ്. ഇവിടുത്തെ ഒരു മോക്ക് ഇന്റർവ്യൂ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്റർവ്യൂ പോയില്ല നമുക്ക് 99% എങ്കിലും നമുക്കത് കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മളിവിടെ പറയുന്നത് 100% അല്ലെങ്കിൽ 190% എങ്കിലും നമ്മളത് പ്ലേസ്മെന്റ് ഇവിടുന്ന് എഷ്യൂർ ചെയ്യുന്നുണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ ഫ്യൂച്ചറിൽ ഒരു സപ്പോർട്ട് വേണം. നമുക്കിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രോത്ത് വേണമെങ്കിലോ ഇവരെ തന്നെ അസിസ്റ്റ് ചെയ്യാം. ഇവിടുത്തെ കോഴ്സ് എൻ്റെ കഴിഞ്ഞു. ഞാൻ നവംബർ ബാച്ചായിരുന്നു. കോഴ്സ് കഴിഞ്ഞു. എനിക്ക് പ്ലേസ്മെന്റ് ഓൾമോസ്റ്റ് ഓക്കെ ആണ്. സ്ഥാപനത്തിൻ്റെ പേര് ജോസ് ആലുക്കാസ് ആണ്. MEP എഞ്ചിനീയർ എന്നുള്ള ഡെസിഗ്നേഷനിലാണ് എനിക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ വന്നിട്ടുള്ളത്.